ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മമ്മൂക്ക ഇപ്പോൾ ഏകദേശം ഒരു മാസം, 1.5 മാസമൊക്കെ ആയിട്ട് ലൈവിലല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. റെസ്റ്റിലാണ് അദ്ദേഹം, വിശ്രമ ജീവിതത്തിലാണ്. 1.5 മാസമല്ല, ഏകദേശം 2 മാസത്തോളമായി എന്ന് വിചാരിക്കും. പക്ഷേ മമ്മൂക്കയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, മമ്മൂക്ക ഇല്ലെങ്കിലും മമ്മൂക്കയുടെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില സമയങ്ങളിൽ ലൈവായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൊട്ട് തൊട്ട് പേസും സുൽത്താന, തൊട്ടുന്നത് നെഞ്ചിൽ തില്ലാന, തൊട്ടു തൊട്ടു പേസും സുൽത്താന, തൊട്ടതില്ല നെല്ലിൽ സില്ലാന, അള്ളിക്കൊടി വാടി ഡൽഹേനി ലാലേ ലാലേ മലലാലേ മലലാലേ ലാലേ ലാലേ. കേട്ടിട്ടുണ്ടോ പാട്ട്? ആ പാട്ട് എതിരും പുതിരും എന്ന മമ്മൂക്കയുടെ സിനിമയിലത്തെയാണ്. അപ്പോൾ ആ സിനിമയിൽ സിമ്രാനും രാജു സുന്ദരം, അതായത് പ്രഭുദേവയുടെ അനിയനും സിമ്രാനും കൂടി പാടി അഭിനയിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസാണ്. വർഷങ്ങൾക്ക് മുമ്പ് എതിരും പുതിരും എന്ന മമ്മൂക്ക സിനിമയിലെ പാട്ടാണത്. അപ്പോൾ ആ സിനിമയല്ല, ആ പാട്ട് ഇപ്പോൾ വലിയ ട്രെൻഡായിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും, യൂട്യൂബിലായാലും എവിടെ നോക്കിയാലും തൊട്ട് തൊട്ട് പേസും സുൽത്താന ആ പാട്ടാണ്. ആ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ പുഷ്പവനം കുപ്പുസ്വാമിയാണ്. അതായത് സുന്ദരിയേ സുന്ദരിയേ, നമ്മുടെ മറവത്തൂർ കനവലത്തെ പാട്ട് പാടിയുള്ള പുഷ്പവനം കുപ്പുസ്വാമിയാണ്. കൂടെ പുഷ്പവനം കുപ്പുസ്വാമി എന്ന ഗായകനാണ്. അത് മറവത്തൂർ കനവിലെ പാട്ട് പാടിയ അദ്ദേഹമാണ് ഈ സിനിമയിൽ പാട്ട് പാടിയുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ, ഈ പാട്ട് സീൻ കാണുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ കാറ് ഓടിക്കണം കാണിക്കും, വളവൊക്കെ ഇങ്ങനെ തിരിക്കുന്ന കാണിക്കുമ്പോൾ തൊട്ട് തൊട്ട് പേസ് സുൽത്താന എന്ന പാട്ടിൽ. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഇപ്പം മമ്മൂക്ക ലൈവിലില്ലെങ്കിലും രേഖാചിത്രം എന്ന സിനിമയിൽ മമ്മൂക്ക AI ടെക്നോളജിയിൽ മമ്മൂക്കനെ കൊണ്ടുവന്നു. അതിന് മുമ്പ് മമ്മൂക്കയുടെ കാതോട് കാതോരം എന്ന സിനിമയിലത്തെ പാട്ട് മറ്റേ എന്താ പറയുക, എന്നാൽ താൻ പോയി കേസോട് എന്ന സിനിമയിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമയിൽ മമ്മൂക്ക ലൈവ് അല്ലെങ്കിലും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോവാ അത് പ്രത്യേകത എന്താണെങ്കിൽ പ്രഭുദേവയാണ് ആ പാട്ടിന് കൊറിയോഗ്രാഫർ. ഈ സിനിമയിൽ പ്രഭുദേവയുടെ അനുജൻ രാജസുന്ദരമാണ് എതിരും മുതിരിൽ മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ കോയിൻസിഡൻസ് ഉണ്ട്. അപ്പോൾ മമ്മൂക്ക തൽക്കാലം രംഗത്ത് ഇല്ലെങ്കിലും മമ്മൂക്കയുടെ